റേഡിയോ മാറ്റുലി 90.4. ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റേഴ്സ് അസോസിയേഷൻ IPTA വയനാട് ജില്ലയിലെ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന സാമൂഹ്യ നാടകം ചൂരൽമലയിലെ രക്തപുഷ്പങ്ങൾ. രചന KU വയനാട്. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: പ്രഭാകരൻ ഷിനോജ് ബത്തേരി, മധുസൂദനൻ അനീഷ് ചീരാൽ, സൈനബ ശ്രീജ ചില്ലു, നബീസുമ്മ മഹിത മൂർത്തി, ഹംസക്കുട്ടി ചന്ദ്രബാബു, ഭ്രാന്തൻ KU വയനാട്. സംവിധാനം അനീഷ് ചീരാൽ. കോർഡിനേഷൻ അനിൽ മഞ്ഞാങ്കുഴിയിൽ. ശൂന്യത, എങ്ങോട്ട് നോക്കിയാലും ശൂന്യത തന്നെ. മുകളിലും ശൂന്യത, താഴെയും ശൂന്യത. നാലു ദിശകളും ശൂന്യതയിൽ മുങ്ങിയിരിക്കുന്നു. ഈ ശൂന്യതയിൽ ഇരുട്ട് പരക്കുന്നു. ഇതിൽ സ്വയം കാണാൻ കഴിയുന്നില്ല ഒന്നും. ഈ ശൂന്യതയിൽ ശരീരം പോലും അദൃശ്യമായിരിക്കുന്നു. ആത്മാവ് പോലും ഈ ശൂന്യതയാൽ പൊതിയപ്പെട്ടിരിക്കുന്നു, മൂടപ്പെട്ടിരിക്കുന്നു. ശൂന്യതയുടെ ഈ വിലങ്ങുകളെ, കൈകളെ, കാലുകളെ, മനസ്സിനെ വരിഞ്ഞു മുറുക്കുന്നു. ആരുമില്ലാതായ എന്റെ ദേശം, എന്റെ ജന്മദേശം ചൂരൽമല, എന്റെ പുഞ്ചിരി മട്ടും, എന്റെ മുണ്ടക്കൈ. എന്താത്? നിങ്ങൾ ആരാ? എന്തിനിവിടെ വന്നു? ആരാത്? ഞങ്ങൾ നിങ്ങൾ വളരെ ദൂരം നിന്ന് വരികയാ. എന്തിനെ? ഉരുൾപൊട്ടൽ നടന്ന ഇവിടെ ഒന്ന് കാണാൻ വേണ്ടിട്ട്. മുണ്ടക്കൈയും ചൂരൽമലയും ഒന്ന് കാണാൻ. കാണാൻ? പ്രേതഭൂമി കാണാൻ? ചൂരൽമല കാണാൻ? കാണാൻ ഒന്നുമില്ല ഇവിടെ. എല്ലാം പോയി, എല്ലാം ഒലിച്ചുപോയി. മലവെള്ളം കവർന്നെടുത്തു. എല്ലാം ഒന്നുമില്ല. ഒന്നും പണ്ടെല്ലാം ഉണ്ടായിരുന്നു. എല്ലാം ഇന്നൊന്നുമില്ല. ഒന്നുമില്ല. പണ്ട് ഇതുവഴി ഒരു പുഴയൊഴുകിയിരുന്നു. തെളിനീരും കുളിനീരും നൽകി. ഇരുകരയിൽ നനവേകി കുടിനീരും പനിനീരും നൽകി. പണ്ടിതുവഴി ഒരു പുഴയൊഴുകി. അക്കരയുള്ളൊരു കുന്നിൽ നിന്നും ഈ കര തേടി കുളിർ കാറ്റൊഴുകി. ഇതുവരെ ത്രസിച്ചൊരു മണ്ടരി എല്ലാം പോയി. എങ്ങോ പോയി. എല്ലാം പോയി, എങ്ങോ പോയി. ഇന്നലെ ഇവിടെ ഒരു പുഴയൊഴുകി. ഇന്നാ പുഴയിൽ നിണമൊഴുകി. ഇന്നലെ ഇവിടെ ഒരു പുഴയൊഴുകി. അന്നാ പുഴയിൽ കുളിരൊഴുകി. ഇന്നിവിടെ ഒരു പുഴയൊഴുകുന്നു. ഇന്നാ പുഴയിൽ നിണമൊഴുകുന്നു. ഇന്നാ പുഴയിൽ നിണമൊഴുകുന്നു. ഇന്നാ പുഴയിൽ നിണമൊഴുകുന്നു. ആരായാൾ? ഒരു ഭ്രാന്തനാണെന്ന് തോന്നുന്നു. എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ മാനസിക നില തെറ്റിയതായിരിക്കാം. പാവം. വേറെ ആരെയും കാണുന്നില്ലല്ലോ. വാ, നമുക്ക് അന്വേഷിക്കാം. മധു, സൂക്ഷിച്ചു വാട്ടോ.
മണ്ണെല്ലാം ആകെ ഇളകി കിടക്കുക. പ്രഭേ നടക്ക്, നോക്കണം, ശ്രദ്ധിക്കണം. വടികൊണ്ട് കുത്തി കുത്തി വല്ല കുഴിയോ ഉള്ളതെന്ന് നോക്കിയിട്ട് പതുക്കെ നടക്കാം. വരേണ്ടിയിരുന്നില്ലെന്ന് തോന്നുന്നുണ്ടോ പ്രഭേ നിനക്ക്? നിരാശനാവണ്ട. ഇത് കാണുമ്പോൾ, ഈ തകർന്ന ഭൂതലം കാണുമ്പോൾ മനസ്സ് വല്ലാതെ മരവിച്ചു പോകുന്നു. മരിച്ച മണ്ണടരുകൾ, തകർന്ന കെട്ടിടങ്ങൾ, വലിയ കരിമ്പാറക്കൂട്ടങ്ങൾ കുത്തിയൊലിച്ചു വന്ന് അടിഞ്ഞുകൂടിയിരിക്കുന്നു. പിഴുതെറിയപ്പെട്ട വൻമരങ്ങളും അവയുടെ ഇല കൊഴിഞ്ഞ ശിഖരങ്ങളും. ഹോ, ഭയാനകമായ കാഴ്ച. ചുറ്റിപ്പിണിഞ്ഞ് ചതഞ്ഞറിഞ്ഞു കിടക്കുന്ന വേരുകളും വള്ളികളും. ഓ, വല്ലാത്തൊരു വാസന വരുന്നുണ്ട്. മരണത്തിന്റെ ഗന്ധം, ശവശരീരങ്ങൾ അഴുകിയതിന്റെ ദുർഗന്ധം. മനുഷ്യരും മൃഗങ്ങളും കൂട്ടത്തോടെ മരിച്ച് മണ്ണടിഞ്ഞിടമല്ലേ. 2 ആഴ്ച കഴിഞ്ഞില്ലേ. അഴുകിയ ശരീരാവശ്യങ്ങളുടെ മനം മടിപ്പിക്കുന്ന ഗന്ധമാകും. പ്രഭേ, ഇനി നമ്മൾ മുന്നോട്ട് നടക്കണോ? മധു, എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, വാ നമുക്ക് കുറച്ചുകൂടി നടന്നു നോക്കാം. അല്ല പ്രഭേ, അവരുടെ വീട് ഇരുന്നിടം നിനക്കറിയോ? ആകെ കല്ലും മണ്ണും നിറഞ്ഞ് ഒരിടവും തിരിച്ചറിയാൻ കഴിയാത്ത വിധം ആകെ താറുമാറായി കിടക്കുകയല്ലേ. ഏകദേശം ആ ഭാഗത്തായിരുന്നു അവരുടെ വീടുണ്ടായിരുന്നത്. അവരുടെ വീടല്ല, എന്റെ വീട്. കുറച്ചുനാൾ എന്നെ വളർത്തിയ വീട്. ഞാൻ തളർന്നു വീണപ്പോൾ എനിക്ക് താങ്ങായ വീട്. ആരായിരുന്നു അവർ? എങ്ങനെയാ നീ അവിടെ എത്തിപ്പെട്ടത്? അതൊരു കഥയാണ് മധു. വിഷമുണ്ടെങ്കിൽ പറയണ്ട. പറയാം. നീ ഇന്ന് എന്റെ നല്ല കൂട്ടുകാരനല്ലേ പ്രഭേ? അല്ല, കൂട്ടുകാരനല്ല. ആരുമില്ലാത്ത എനിക്ക് നീ ഒരു കൂട്ടുകാരനല്ല, എന്റെ സഹോദരനാണ്. പ്രഭേ, നീ എനിക്കും ഒരു സുഹൃത്തും സഹോദരനും തന്നെയാണ്. അങ്ങനെയല്ലാതെ ഞാൻ നിന്നെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ എന്നെപ്പറ്റി നിന്നോടൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. 4 വർഷമായി നമ്മൾ ഒരുമിച്ചിട്ട്. JNU ക്യാമ്പസിൽ വന്ന അന്നു മുതൽ നീയാണ് എന്റെ വഴികാട്ടിയും സുഹൃത്തും എന്റെ സഹോദരനും. നീ അറിയാത്ത ഒരു കാര്യവും എനിക്കിനി വേണ്ട മധു. പ്രഭേ, ഞാൻ നിന്നോടൊന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല. നീയൊന്നും എന്നോട് പറഞ്ഞിട്ടുമില്ല. ക്യാമ്പസിൽ ഭാഷയോ പരിചയമോ ഇല്ലാതെ പരിഭ്രമിച്ചു നിന്ന ഒരു മലയാളി എന്ന നിലയിൽ ഞാൻ നിന്നെ പരിചയപ്പെട്ടു, സഹായിച്ചു, ഒരുമിച്ച് കൂടെ കൂട്ടി. ഹോസ്റ്റലിൽ ഒരുമിച്ച് ഉണ്ടുറങ്ങി പഠിച്ചു നമ്മൾ. നീ വിളിച്ചപ്പോ നിന്റെ കൂടെ നിന്റെ നാട് കാണാൻ ഞാൻ നിന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടു. പക്ഷേ ശരിയാണ് മധു, ഇങ്ങോട്ട് പോരുമ്പോൾ ഞാൻ നിന്നോടൊന്നും തുറന്നു പറഞ്ഞിരുന്നില്ല. എനിക്കും വ്യക്തമായ വിവരമില്ലായിരുന്നു. ഞാൻ ജനിച്ചു വളർന്ന ഈ നാട്ടിൽ മുണ്ടക്കൈയിൽ ചൂരൽമലയിൽ ഉരുൾപൊട്ടി എന്നല്ലാതെ കൂടുതലൊന്നും എനിക്കറിയില്ലായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ്, ഇതെല്ലാം കണ്ടപ്പോഴാണ് ഇത്ര ഭയാനകമാണെന്ന് ഞാൻ അറിയുന്നത്. നിനക്കാരും ഇല്ലെന്നല്ല നീ എന്നോട് പറഞ്ഞിട്ടുള്ളത്. ശരിയാണ്, എനിക്ക് ആരും ആകെ മണ്ണിനടിയിലായി. പാടിയിൽ താമസിച്ചിരുന്ന 16 പേരും ഇന്നും തിരിച്ചു വരാതെ മൺകൂനികൾക്കുള്ളിൽ എവിടെയോ അവർ ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചു വന്ന് ഞാൻ കണ്ടത്. ഞങ്ങളുടെ പാടി നിന്നിടം കുറെ കരിമ്പാറക്കൂട്ടങ്ങളും കല്ലും തടിയും. ഞാൻ കളിച്ചു വളർന്ന ഈ പ്രദേശമെല്ലാം വെറും ഒരു പ്രേതഭൂമി. 2 ദിവസം കരഞ്ഞു തളർന്ന് ഏകനായി ഞാൻ ഇവിടെയെല്ലാം അലഞ്ഞു. ഒടുവിൽ അവരെന്നെ കൈപിടിച്ച് കൂടെ കൂട്ടി, സ്നേഹം തന്നു, കൂട്ടായി കൂടെ നിന്നു. അവർ മോനെ പ്രഭാര, ജിങ്ങനെ സങ്കടപ്പെടാണ്ടിരി. പോയോരോ പോയി, അനക്ക് ഇനി ഞങ്ങളുണ്ടടാ. ഇജ്ജ് പഠിക്കാൻ പോയിക്കോളി. അടുത്ത മാസം അന്റെ ഡൽഹിയിലെ കോളേജ് തുറക്കുന്നല്ലേ പറഞ്ഞിക്കണത്. ഇജ്ജ് പോയി പഠിച്ചോളി. എന്റെ ഉമ്മ അതിനിങ്ങനെ ബേജാറാക്കണ്ട. സങ്കടം കൊണ്ടല്ലേ. അതിന്റെ ബാപ്പയും ഉമ്മയും മയ്യത്തായത് കൊണ്ടല്ലേ. 2 ആഴ്ച കഴിഞ്ഞിന് നീ നമ്മളെ പുരയിൽ വന്നിട്ട്. ഈ ഞങ്ങളെ മൂത്ത ഏട്ടനാ, വിഷമിക്കാതെ. ഞങ്ങളെല്ലാം ഉണ്ടല്ലോ എന്റെ കൂടെ. കുട്ടിയെ പ്രഭാര, ഇജ്ജ് വിഷമിക്കണ്ട. അന്റെ അമ്മ സുശീലി ഞാനും ഒന്നിച്ചാ ചായത്തോട്ടത്തില് ചപ്പ് നുള്ളിയിരുന്നത്. ഓക്ക് പെയ്യാന്ന് തോന്നുമ്പോ ഞാൻ ചപ്പ് നുള്ളി കൊടുക്കും. ഇക്ക് പെയ്യാത്ത നേരത്ത് ഓള് സുശീലെടുത്തില്ലേ, ഓള് ചപ്പും മൂട്ടയ്ക്ക് തൂക്കാൻ തരും. ഞാൻ കഞ്ഞില്ലാന്ന് പറഞ്ഞ ഓളെ കഞ്ഞി ഇക്ക് തരും. അതായിരുന്നു ഞങ്ങള്. ആലോചിക്കാനേ പെയ്യ. പടച്ചോന്റെ ഓരോ ഹിക്കുമത്തെ. ജിന്റെ മോനാ, എന്റെ സുശീലേന്റെ മോൻ വിഷമിക്കണ്ട. മോന് ഉമ്മയുണ്ട്. ഉമ്മയ്ക്ക് ഈ ചായത്തോട്ടത്തിലെ പണിയുണ്ട്. എന്റെ കുട്ടി പഠിച്ചോളി, വിഷമിക്കണ്ടോ. അന്നെ ഞമ്മള് പഠിപ്പിക്കും. ഇജ്ജ് വിഷമിക്കാതിരി.
ഞാനേ പജ്ജിനെ അയച്ചിട്ട് വരാം. ഹംസപ്പ ജിബാ, ആട്ടിൻകുട്ടീനെ അയച്ചിട്ടേ കൂട്ടുകേറ്റ് ബാ, വന്നോളി. പ്രഭേട്ടാ, 2 ആഴ്ചയായി പ്രഭേട്ട എന്റെ കുടിയിൽ വന്നിട്ട് എന്നോടൊന്നും മുണ്ടും കൂടിയില്ല. എപ്പോഴും ഇങ്ങനെ മൂങ്ങനെ പോലെ ഒരേ ഇരിപ്പാ. ഇന്നലെ ഉമ്മ അടുത്ത തൊടിയിലെ കുട്ടികളൊക്കെ എന്നോട് പറയാ ഇങ്ങളെ എവിടെ വേണമെങ്കിലും വിട്ട് പഠിപ്പിക്കൂന്ന്. നാളെ നിങ്ങള് ഡൽഹിക്ക് പഠിക്കാൻ പോവൂല്ലേ? നിങ്ങളീ പെരയില് 2 മാസം ഉണ്ടായിരുന്നപ്പോ എനിക്ക് പെരുത്ത സന്തോഷായിരുന്നു. നാളെ നിങ്ങള് പോവും അല്ലേ? പോണം സൈനു. എന്നെ മറക്കോ? നിന്നെ മറക്കാൻ എനിക്ക് കഴിയോ? ആരാരുമില്ലാത്ത അനാഥനായി എനിക്ക് താങ്ങും തണലുമായി നിങ്ങൾ കൂട്ടിക്കൊണ്ടുവന്ന് സ്നേഹം തന്നില്ലേ? ഒരമ്മയുടെ സ്നേഹം നബീസുമ തന്നു, ഒരു അനിയന്റെ സ്നേഹം ഹംസക്കുട്ടി തന്നു. നീ ഒരു കൂട്ടുകാരിയുടെ, ഒരു കാമുകിയുടെ. അതെനിക്ക് ഇങ്ങളെ ഇഷ്ടായതുകൊണ്ടല്ലേ? എനിക്ക് നിന്നെ ഇഷ്ടമാ സൈനു. നിന്റെ ഈ പൊട്ടിച്ചിരിയും നിന്റെ ഈ കൊഞ്ചലും വർത്തമാനവും എന്നെ വേദനകളെ മറക്കാൻ സഹായിച്ചു. നിന്റെ സാമീപ്യം ഞാനും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അതിനെ സ്നേഹമെന്നോ പ്രണയമെന്നോ എന്തു പേരിട്ടും വിളിക്കാം. 2 മാസക്കാലം ഞാനത് മനസ്സ് നിറച്ചനുഭവിച്ചു. മതി, എനിക്ക് തൃപ്തിയായി. പഠിച്ച് വലിയ ആളാവുമ്പോ നമ്മളെ മറക്കല്ലേ? ഇല്ല, നിന്നെ ഞാൻ മറക്കില്ല. നാളെ പോവല്ലേ? ഉമ്മയും ഹംസക്കയും തോട്ടത്തിൽ പണിക്ക് പോയിരിക്കുക. അവര് വരാറായി. ഇനി ഇങ്ങനെ മിണ്ടാനും പൊരുത്തം കൂടാനും ഒന്നും വരാൻ പറ്റൂല. എന്റെ മുത്തിന്, എന്റെ പ്രവേട്ടന്, സൈനുന്റെ പൊന്നാര മുത്തം എന്ന് ഓർക്കാനായി. അന്ന് ഞങ്ങൾ പിരിഞ്ഞതാ മധു. പിന്നെ അവിടെ ഞാൻ കണ്ടിട്ടില്ല. ഉമ്മ എനിക്ക് എല്ലാ മാസവും പണം അയക്കും. വിവരത്തിന് കത്തെഴുതുമ്പോ അവൾ എനിക്കൊരു തുണ്ട് കടലാസിൽ എഴുതുമായിരുന്നു. ഇത്തിരി പ്രേമത്തോടു കൂടി ഞാനും എഴുതിയിരുന്നു. എഴുത്തുകളിലൂടെ ഞങ്ങൾ പരസ്പരം ഹൃദയം കൈമാറിയിരുന്നു. പിന്നെ നീ അവളെ കാണാൻ വന്നില്ലേ? ഇല്ല, പഠിപ്പിന്റെ തിരക്കിൽ പിന്നെ വരാൻ പറ്റിയില്ല. പക്ഷേ മുടങ്ങാതെ പണവും കത്തും അവരയക്കുമായിരുന്നു. ഇവിടെ ഈ പുതിയ അന്തരീക്ഷവും പുതിയ രീതികളും എന്നെ പിടികൂടിയതോടെ ഞാൻ എപ്പോഴോ എന്തുകൊണ്ടോ അവർക്ക് എഴുതാതായി. ഞാൻ അവളിൽ നിന്ന് അകലെയാണെന്ന് അവൾക്കും തോന്നി. അവളും എന്നിൽ നിന്ന് അകലുന്നത് പോലെ എനിക്കും തോന്നി. അകന്നോട്ടെ എന്ന് ഞാനും മനസ്സിൽ വിചാരിച്ചു. അതോടെ ആ ബന്ധം മുറിഞ്ഞുപോയി. കഷ്ടം. ഒന്നോർത്താ ആ ബന്ധം തുടരാത്തത് നന്നായി. അവളൊരു നാട്ടിൻപുറത്തുകാരി പൊട്ടി പെൺകുട്ടിയാ. നീ ഉയരങ്ങളിലേക്ക് നടന്നെടുക്കുന്ന ഒരു കണക്കിന് നന്നായി. ഒടുവിൽ കുറെ കാലത്തിന് ശേഷം അവളുടെ ഒരു കത്തെനിക്ക് വന്നു. കണ്ണുനീരിൽ കുതിർന്ന കത്ത്. അവളുടെ വിവാഹം നിശ്ചയിച്ചു. ഇനി പ്രഭേട്ടനെ ശല്യപ്പെടുത്തില്ല എന്നും പറഞ്ഞ്. ആ വരികളിൽ അവളുടെ വേദന ഞാൻ കണ്ടു. പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു. പ്രഭേ, പ്രഭേ, നേരത്തെ കണ്ട ഭ്രാന്തനാണെന്ന് തോന്നല്ലോ. അത് അയാൾ തന്നെ. അയാൾ ഇങ്ങോട്ടാണല്ലോ വരുന്നത്. ആരാ നിങ്ങൾ? എന്തിനാ ഇവിടെ വന്നത്? ഇവിടെ ആരുമില്ല, എല്ലാവരും പോയി. മണ്ണെടുത്തു, എല്ലാവരെയും മണ്ണെടുത്തു, മലവെള്ളം എടുത്തു. പിന്നെ നിങ്ങൾ മാത്രം ഇവിടെ ഏകനായി ചുറ്റിത്തിരുന്നത് എന്തിനാണ്? ഞാൻ എങ്ങോട്ട് പോവാൻ എനിക്കിടമില്ല. എന്റെ ഉറ്റവരെല്ലാം ഈ മണ്ണിനടിയിൽ എവിടെയോ ഉണ്ട്. അവരെ വിട്ട് ഞാൻ എവിടെ പോവാനാ? പോവില്ല. ഞാൻ ഈ ചൂരൽ മഴ വിട്ട് എവിടെയും പോവില്ല. മൃത്യുവിന്റെ ഭീകരത.
രക്തത്തിന്റെ ചുവപ്പ് രാശി കണ്ട് മനുഷ്യത്വം മരവിച്ച കാലങ്ങളാ. ഞാനും മരണം മുന്നിൽ കാണുന്നു. ഇന്നല്ലെങ്കിൽ നാളെ മരണത്തിന്റെ കാലൊടിയച്ചുകൾ അടുത്ത് വരും. എന്തിനു വേണ്ടി? ആർക്ക് വേണ്ടി? എന്തിനു വേണ്ടി? ആർക്ക് വേണ്ടി? എന്തിനു വേണ്ടി? ആർക്ക് വേണ്ടി? ഓ, ഒരു വിചിത്ര ജീവി എവിടെ നിന്നോ പൊട്ടിമുളച്ച മാതിരി വരുന്നു. എന്തൊക്കെയോ പറഞ്ഞ് എവിടേക്കോ ഓടി മറയുന്നു. മധു, അയാൾ പറഞ്ഞത് ശരിയല്ലേ? മൃത്യുവിന്റെ ഭീകരത, രക്തത്തിന്റെ ചുവപ്പ് രാശി, അതല്ലേ ഈ ചൂരലുമലയും പരിസരങ്ങളുമെല്ലാം. പ്രഭേ, എങ്ങോട്ടൊന്നില്ലാതെ നമ്മൾ എവിടേക്കാ ഈ പോകുന്നേ? ഈ നോക്കത്താ ദൂരത്ത് ചെമ്പൺ കൂനകളും ആറുകളും മാത്രം. നീ മടുത്തോ മധു? അല്ല, വിജനമായ മണ്ഡലങ്ങൾ മാത്രം. പ്രഭേ, ദൂരെ കാണുന്ന ആ ചായക്കാട്ടിൽ എന്തൊക്കെയോ കാണുന്നുണ്ടല്ലോ. നമുക്കൊന്ന് അവിടെ വരെ പോയി നോക്കിയാലോ? ലക്ഷ്യമില്ലാതെ അലയുന്ന നമുക്ക് അടുത്ത് കാണുന്ന മരീചിയാകാം അത്. ശരി, വാ, പോയി നോക്കാം നമുക്ക്. നാട്ടു നിർത്തിയ വെളുത്ത പെയിന്റ് അടിച്ച കല്ലുകൾ. ശവം മറവ് ചെയ്ത ഇടമാണെന്ന് തോന്നുന്നു. പുതുമണ്ണിന്റെ കൂനകൾ. ശരിയാണ്, പുതുമണ്ണിന്റെ ശവക്കൂനകൾ. ഉരുൾപൊട്ടലിൽ മൺമറഞ്ഞവരുടെ ശവങ്ങൾ മറവ് ചെയ്ത ഇടമായിരിക്കും. നാട്ടു നിർത്തിയ കല്ലുകളിൽ ഓരോരുത്തർ പേരെഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഉസ്മാൻ, ഹരിനാഥ്, മുനിസ്വാമി, ജോസഫ് വർക്കി. എടാ, ദേ ആ ദൂരെ കാണുന്ന ആ തേയിലക്കാടിന്റെ സൈഡിൽ ഒരു ശവക്കൂനക്കരികിൽ ഒരു സ്ത്രീ നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. നമുക്ക് അവിടെ വരെ ഒന്ന് പോയി അവരോട് കാര്യങ്ങൾ ചോദിച്ചാലോ? വാ, പോകാം, നമുക്ക് ചോദിക്കാം. ദേ, ഈ കല്ലുകളിലെല്ലാം പേരുകൾ എഴുതിയിരിക്കുന്നു. അലവി, ഗംഭി, അനസൂയ, മാധവി, പ്രഹ്ലാദൻ, മൈഥിലി, അലവി, ശാരദാമണി. ദാ അവരുടെ അടുത്തെത്തി. ഒന്ന് ചോദിക്കും മധു. സഹോദരി, ഒന്ന് ചോദിച്ചോട്ടെ? സൈനു, നീ? അതെ പ്രഭേട്ട, ഞാൻ തന്നെയാ. ഈ കിടക്കുന്നത് നമ്മുടെ ഉമ്മ നബീസേ, ആങ്ങളെ ഹസൻകുട്ടിയാ. സൈനു, ഉമ്മ പോയി, ഹസൻകുട്ടിയും പോയി. കഴിഞ്ഞ ആഴ്ചത്തെ ഉരുൾപൊട്ടലിൽ അവർ പോയി. അവരുടെ മയ്യത്തം കൂടിയാ ഇത്. ഉമ്മയുടെ മോൻ പ്രഭാകരൻ വന്നു. എന്താ ഇത് പ്രഭേ? എന്താ ഇത് കൊച്ചുകുട്ടികളെ പോലെ? സാരമില്ലടാ, ആശ്വസിപ്പിക്കാൻ എനിക്ക് വാക്കുകളില്ല. ഉമ്മയുടെ സ്നേഹം, ഉമ്മ തന്നത് ഈ ജീവിതം. ഞാൻ തളർന്നു വീണപ്പോ എനിക്ക് താങ്ങായ എന്റെ ഉമ്മ. പ്രഭേ, എഴുന്നേക്കടാ, എഴുന്നേക്ക്. ഈ നിലത്താണല്ലോ, ഈ പാന്റിലൊക്കെ മൊത്തം ചെളിയായല്ലോ. എഴുന്നേക്ക്. സൈനു, തൊട്ടു പോകരുത് തന്നെ. ഞാൻ നിങ്ങളുടെ പഴയ സൈനു അല്ല. ഞാനിന്ന് വേറൊരാളുടെ ഭാര്യ. പഠിച്ച് വലിയ ആളാകാൻ പോകുന്നു. നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് പട്ടിണി കിടന്ന എന്റെ ഉമ്മയാ ഈ കിടക്കണത്. നിങ്ങളെ ഞാൻ പെരുത്ത് ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ നിങ്ങൾ എന്നോട് പറഞ്ഞതല്ല
കള്ളങ്ങളാ, കള്ള. നിങ്ങക്ക് വേണ്ടി ഞാൻ കാത്തിരുന്നു. പക്ഷേ ഒടുവിൽ നിങ്ങൾ എന്നെ മറന്നു. ഇനി എനിക്ക് നിങ്ങളെ കാണണ്ട. ഈ മയ്യത്തം കുഴിയില് ഉമ്മ മാത്രമല്ല, ഇഷ്ടപ്പെട്ടിരുന്ന സൈനുവിന്റെ മയ്യത്തും കൂടി ഉണ്ടെന്ന് നിരീച്ചോളങ്ങള്. എനിക്ക് കാണണ്ട. എനിക്ക് കാണണ്ട. ഇനി നിങ്ങൾ എന്നെ ഓർക്കരുത്, ഒരിക്കലും ഓർക്കരുത്. എന്റെ ഉമ്മാന്റെ കൂടെ നിങ്ങളും എന്റെ മനസ്സിൽ നിന്ന് മരിച്ചിക്കണേ. നിങ്ങൾ മരിച്ചിക്കണേ എന്റെ മനസ്സിൽ നിന്ന്. നിങ്ങൾ എന്നെ കാണണ്ട. എനിക്ക് നിങ്ങളെ കാണണ്ട. നിങ്ങൾ എന്നെ കാണണ്ട. എനിക്ക് നിങ്ങളെ കാണണ്ട. എനിക്ക് നിങ്ങളെ കാണണ്ട. വേണ്ട. എനിക്ക് നിങ്ങളെ കാണണ്ട. കാണണ്ട. പ്രഭേ, പ്രഭേ, അവൾ പോയി. മധു, അവളെന്നെ ശപിച്ചിട്ടായിരിക്കും പോയത്. സാരമില്ലടാ, നിനക്ക് അല്പം വൈകി. പാവം നിഷ്കളങ്കമായ ഇവരുടെ മനസ്സ് മനസ്സിലാക്കാൻ നിനക്ക് കഴിഞ്ഞില്ലല്ലോ. മുറിയേണ്ടത് മുറിഞ്ഞെന്ന് കരുതിയാ മതി. ഓടാ. ആ കാണും മലയുടെ മീതെ ചെഞ്ചോരപ്പൂക്കൾ വിടർന്നു. ഈ കാണും കാലടിയെല്ലാം കണ്ണീരിൻ നനവ് പടർന്നു. ഇവിടം യുദ്ധക്കളമാണ്, പ്രകൃതിയുടെ യുദ്ധക്കളം. അസ്വസ്ഥമായ പ്രകൃതിയുടെ ഉന്മാദഭരിതമായ പ്രതികാരം. മനുഷ്യന്റെ മനതാരിൽ അന്തർലീനമായിരിക്കുന്ന അത്യാഗ്രഹം പടക്കളം തീർക്കുന്നു. പ്രകൃതിയുടെ പടക്കളം. അനുഭവിക്കാം, അനുഭവിക്കാം, നമുക്കെല്ലാം ചേർന്ന് അനുഭവിക്കാം. ആ കാണും മലയുടെ മീതെ ചെഞ്ചോരപ്പൂക്കൾ വിടർന്നു. ഇവിടെ കാണും കാലടിയെല്ലാം കണ്ണീരിൻ നടവ് വളർന്നു. ആ കാണും മലയുടെ മീതെ ചെഞ്ചോരപ്പൂക്കൾ വിടർന്നു. ഇവിടെ കാണും കാലടിയെല്ലാം കണ്ണീരിൻ നടവ് വളർന്നു. ശ്രോതാക്കൾ കേട്ടത് ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റേഴ്സ് അസോസിയേഷൻ IPTA വയനാട് ജില്ലയിലെ കലാകാരന്മാർ അവതരിപ്പിച്ച സാമൂഹ്യ നാടകം ചൂരൽമലയിലെ രക്തപുഷ്പങ്ങൾ. റേഡിയോ മാറ്റുലി 90.4